ഇപ്പോൾ പോലും ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചിട്ട് പോലും 20,000-ഓളം വോട്ട് നേടിയത് അത് അദ്ദേഹത്തിൻ്റെ ഒരു കരുത്തായി നിങ്ങൾ കാണുന്നുണ്ടോ? അതെങ്ങനെ കരുത്തായി കാണാൻ പറ്റും? കഴിഞ്ഞ 2 പ്രാവശ്യം അദ്ദേഹം മത്സരിച്ചു, ജയിച്ചു. ആ വിജയം കൈവരിച്ചത് CPM-ൻ്റെ സ്ഥാനാർത്ഥി LDF-ൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചതാണ്. അതല്ലാതെ UDF-ൻ്റെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിച്ചതല്ല. 2 പ്രാവശ്യവും അദ്ദേഹം വിജയിക്കാനുള്ള അവസരമുണ്ടായത് LDF സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിലമ്പൂരിൽ മത്സരിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ 2 പ്രാവശ്യവും വിജയം കൈവരിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ അദ്ദേഹം പിടിച്ച വോട്ട് ഇത്രയാണ്, അതുകൊണ്ട് അതിന് ഉള്ള അവസരം ഇനിയായാലും ഉണ്ടാകണം എന്ന് ഞങ്ങൾക്കങ്ങനെ ഒരു അഭിപ്രായം ഇപ്പോൾ തൽക്കാലമില്ല. അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം UDF കൺവീനർ അടൂർ പ്രകാശ് ഡൽഹിയിലെത്തിയിരിക്കുകയാണ്. നമസ്കാരം. ഈ വിജയം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന വോട്ടിലേക്ക് എത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അല്പം കൂടി മെച്ചപ്പെട്ട ഒരു റിസൾട്ടാണ് ഞങ്ങൾക്ക് ലഭ്യമായത്. ഞാൻ മീഡിയാസ് പല അവസരങ്ങളിലും എന്നോട് ചോദിച്ചപ്പോൾ നിലമ്പൂരിൽ വെച്ച് ഞാൻ പ്രതികരിച്ചത് 10,000-ന് മുകളിലുള്ള വോട്ട് നേടിയെടുക്കും എന്ന് തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു റിസൾട്ടാണ് വന്നത്. അതിലേറെ സന്തോഷമാണ് എനിക്ക് മാത്രമല്ല, ഞങ്ങൾ UDF-ൻ്റെ പ്രവർത്തകർ എന്നുള്ള നിലയിൽ എല്ലാവർക്കും ഉള്ളത്. കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയിലാണ് ഈ വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞങ്ങളൊക്കെ വിശ്രമമില്ലാതെ എത്രയോ ദിവസക്കാലമായി അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനത്തിന് ഫലം ഉണ്ടാക്കി തന്നു എന്നുള്ളതാണ് എൻ്റെ സത്യാവസ്ഥ. ഇപ്പോൾ തന്നെ രമേശ് ചെന്നിത്തല ഇപ്പോൾ പറയുന്നത് അൻവർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു 25,000 എന്നതിലേക്ക് എത്തുമായിരുന്നു എന്ന്. അങ്ങനെ ഒരു അഭിപ്രായം UDF കൺവീനറിനുണ്ടോ? ഇല്ല, അത് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടായിരിക്കും അദ്ദേഹം പുറത്തു പറഞ്ഞത്. അതേക്കുറിച്ച് UDF കൂട്ടായി ആലോചിക്കണം. കൂട്ടായി ആലോചിച്ചുകൊണ്ട് മാത്രമേ അത്തരം തീരുമാനങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല, ഈ അവസാന നിമിഷം വരെയും UDF-മായി യോജിച്ചു പോകാൻ വേണ്ടിയുള്ള സമയം ശ്രീ അൻവറിന് കൊടുത്തതാണ്. അവസാനത്തെ ദിവസം തന്നെ ഞങ്ങൾ ഒരു ഗൂഗിൾ മീറ്റ് നടത്തുകയുണ്ടായി. ആ ഗൂഗിൾ മീറ്റ് നടത്തിയ അവസരത്തിൽ എല്ലാവരുമായി ഈ ചർച്ച ചെയ്തു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇവർ നേതാക്കന്മാർ എല്ലാവരും, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട്. അവർ എന്നെ ചുമതലപ്പെടുത്തിയ അനുസരിച്ചാണ് ഞാൻ അൻവറുമായി ഏറ്റവും അവസാനമായി സംസാരിക്കുന്നത്. ഞാൻ അൻവറുമായി സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ മീഡിയാസിനെ തന്നെ കാണുന്നത്. ആ സംസാരിക്കാൻ ഉള്ള അവസരം അങ്ങനെ ഉണ്ടാകരുത്, അയാൾ മറ്റ് തീരുമാനങ്ങളിലേക്ക് പോകരുത് എന്ന തീരുമാനം ഉണ്ടാകണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം അതിന് തയ്യാറായില്ല എന്ന് മാത്രമല്ല, ചില പിടിവാശിയോടുകൂടി അദ്ദേഹം നിന്നു. എന്തായാലും പിന്നീട് മീഡിയാസിനെ കണ്ട് എനിക്ക് പറയേണ്ടതായി വന്നു എന്ന് പറയുമ്പോൾ ഏകപക്ഷീയമായി കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞതല്ല. ഞങ്ങളുടെ നേതാക്കന്മാർ, UDF-ൻ്റെ നേതാക്കന്മാരുടെ എല്ലാവരുടെയും അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അക്കാര്യങ്ങൾ അദ്ദേഹവുമായി കൈമാറിയത്. അല്ല, ഇപ്പോൾ പോലും ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചിട്ട് പോലും 20,000-ഓളം വോട്ട് നേടിയത് അത് അദ്ദേഹത്തിൻ്റെ ഒരു കരുത്തായി നിങ്ങൾ കാണുന്നുണ്ടോ? അതെങ്ങനെ കരുത്തായി കാണാൻ പറ്റും? കഴിഞ്ഞ 2 പ്രാവശ്യം അദ്ദേഹം മത്സരിച്ചു, ജയിച്ചു. ആ വിജയം കൈവരിച്ചത് CPM-ൻ്റെ സ്ഥാനാർത്ഥി LDF-ൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചതാണ്. അതല്ലാതെ UDF-ൻ്റെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിച്ചതല്ല. 2 പ്രാവശ്യവും അദ്ദേഹം വിജയിക്കാനുള്ള അവസരമുണ്ടായത് LDF സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിലമ്പൂരിൽ മത്സരിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ 2 പ്രാവശ്യവും വിജയം കൈവരിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ അദ്ദേഹം പിടിച്ച വോട്ട് ഇത്രയാണ്, അതുകൊണ്ട് അതിന് ഉള്ള അവസരം ഇനിയായാലും ഉണ്ടാകണം എന്ന് ഞങ്ങൾക്കങ്ങനെ ഒരു അഭിപ്രായം ഇപ്പോൾ തൽക്കാലമില്ല. അത് UDF കൂട്ടായി ആലോചിക്കും. നേതാക്കന്മാർ ചർച്ച ചെയ്യും. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ KPCC പ്രസിഡൻ്റുണ്ട്, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവുണ്ട്. അതിനേക്കാൾ ഉപരിയായി ഈ വിവിധ ഘടകകക്ഷികളുടെ മുതിർന്ന നേതാക്കന്മാരുണ്ട്. അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അത്തരം ഒരു കാര്യങ്ങളിലേക്ക് ഞങ്ങൾ പോകും. അപ്പോൾ ഇനി അൻവറിനൊരു വാതിൽ തുറക്കുകയാണെങ്കിൽ കൂട്ടായ ചർച്ചയും UDF യോഗത്തിന് ശേഷം മാത്രമായിരിക്കും ഉണ്ടാകുക? തീർച്ചയായിട്ടും അത്രേ ഉണ്ടാകുള്ളൂ. അതല്ലാതെ തന്നെ ഒരു വാതിൽ തുറന്നു കൊടുത്ത് ആൾ പ്രവേശിച്ചു എന്ന് പറയാൻ ഉള്ള
ഒരു തീരുമാനമൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞങ്ങളൊരു എല്ലാ കാര്യങ്ങൾക്കും കൂട്ടായ തീരുമാനങ്ങളാണ് ഇതുവരെയും എടുത്തിട്ടുള്ളത്. ഇനി അങ്ങോട്ടാണെങ്കിലും അത്തരം തീരുമാനത്തിലൂടെ മാത്രമേ ഞങ്ങൾ മുമ്പോട്ട് പോവുകയുള്ളൂ.